ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു വോയിസ് ഓഫ് നാദൂസ്. അറിയാം, കുറച്ചായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഒരുപാട് ആൾക്കാരൊന്നും ചോദിച്ചില്ലെങ്കിലും കുറച്ച് പേരൊക്കെ ചോദിച്ചായിരുന്നു, എവിടെയാണ് ഒരറിവൊന്നുമില്ലല്ലോ, വീഡിയോ ഒന്നും കാണാറില്ലല്ലോ എന്ന്. ഒരുപാട് വീഡിയോ ചെയ്യുന്നതിനേക്കാളും നല്ലത് കണ്ടൻറ്റുള്ള എന്തെങ്കിലും ടോപ്പിക് വരുമ്പോൾ അത് നിങ്ങളടുത്ത് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന നേരത്താണ് പെട്ടെന്ന് കുറച്ച് നാളുകൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവത്തിനെ കുറിച്ച് ഓർമ്മയിൽ വന്നത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളടുത്ത് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഞാനൊരുപാട് ഇൻട്രോ ഒന്നും പറഞ്ഞ് നിങ്ങളെ വിഷമിക്കാനുള്ള, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കഥയിൽ അല്പം കാര്യം. 3 മാസങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. സ്ഥിരമായിട്ട് ഞാൻ രാവിലെ വർക്കിന് ഇറങ്ങല് 7 മണിക്കും 7:30ക്കും ഇടയിലാണ്. അന്ന് പതിവിലും നേരത്തെ ഇറങ്ങിയത് ഒരു 6 മണിയായിട്ടുണ്ടാവും. നേരത്തെ ഇറങ്ങിയോണ്ട് തന്നെ അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കുറച്ച് ദൂരം പോട്ടി വന്നപ്പോൾ ചായ കുടിക്കാൻ തോന്നി. ഒരു 2 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടുണ്ടാവുള്ളൂ. SN പുരം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ്. ഒരു ടേണിങ്ങിലായിട്ട് നോക്കുമ്പോൾ ഒരു ചെറിയൊരു പെട്ടിക്കട ഉണ്ട് അവിടെ. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് കുറച്ച് ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്. ഞാൻ നേരെ ആ കടയുടെ ഫ്രണ്ടിലായിട്ട് വണ്ടി സൈഡാക്കി നേരെ നടന്നങ്ങോട്ട് ചെന്നു. നോക്കുമ്പോൾ ഒരു 55-60 വയസ്സിനടുത്ത് പ്രായമുള്ള ഒരു ചേട്ടൻ നിൽപ്പുണ്ട് അവിടെ. എന്നെ കണ്ടപ്പോൾ ചോദിച്ചു, എന്താ മോനെ വേണ്ടത്? ഞാൻ പറഞ്ഞു, ചേട്ടാ ഒരു ചായ. ഞാനതേ ഒരു ചായ കുടിച്ചുകൊണ്ടിരിക്കില്ല. അവിടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ പാത്രത്തിലായിട്ട് കുറച്ച് പരിപ്പോടുണ്ട്, പത്തിരിയുണ്ട്, അങ്ങനെ കുറച്ച് എണ്ണ പലഹാരങ്ങൾ ഇരിപ്പുണ്ട്. ഞാനതിൽ നിന്നൊരു ചൂട് പരിപ്പോടെടുത്ത് കഴിച്ച് അത്യാവശ്യം നല്ല ടേസ്റ്റിലുകൊണ്ട് തന്നെ വീണ്ടും പറഞ്ഞോടെടുത്ത് കഴിച്ച്. അങ്ങനെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, ചേട്ടാ എത്രയായി? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മോനെ ഒരു ചായയും 2 പരിപ്പോടല്ലേ, 30 രൂപ എന്നാണ്. ഞാൻ നേരെ പോക്കറ്റിൽ പേഴ്സ് എടുക്കാൻ വേണ്ടി കൈയിട്ടു. അപ്പം അന്നേരമാണ് നമ്മളി മനസ്സിലായത് ഞാനാണെങ്കിൽ പേഴ്സ് എടുത്തിട്ടില്ല. അപ്പോഴാണെങ്കിൽ മനസ്സിൽ ടെൻഷനില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും ഓൺലൈൻ ട്രാൻസാക്ഷൻ ആണല്ലോ. ഞാനിപ്പോൾ ആളുടെ അടുത്ത് ചോദിച്ചു, ചേട്ടാ എനിക്ക് ആ സ്കാനറൊന്ന് തരുമോ, ഗൂഗിൾ പേ ചെയ്യാനെന്ന് പറഞ്ഞു. ചിരിച്ചുകൊണ്ട് ആൾ പറഞ്ഞു, മോനെ ഇവിടെ ഗൂഗിൾ പേ ഒന്നും ഇല്ല കേട്ടോ എന്ന് പറഞ്ഞു. ഇടിവെട്ടേറ്റോൻ്റെ തലയിൽ പാമ്പ് കടിച്ച അവസ്ഥ. ഞാനാണെങ്കിൽ ഭക്ഷണം കഴിച്ചു പോയി, പേഴ്സ് കൊടുത്തിട്ടില്ല, അവിടെ ആണെങ്കിൽ ഗൂഗിൾ പേ ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ ഒരു അബദ്ധം പറ്റി, ഞാൻ ഗൂഗിൾ പേ ഉണ്ടാവുമെന്ന് വിചാരിച്ചു, ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല, പേഴ്സ് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. എനിക്കിത് പറയുമ്പോഴാണെങ്കിൽ ഒരു ചെറിയൊരു ചമ്മലുണ്ട്. പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ ആ മനുഷ്യൻ പറഞ്ഞൊരു കാര്യമുണ്ട്, മോനെ അതൊന്നും കുഴപ്പമില്ല, നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ, ഇനി വരുമ്പോൾ തന്നാൽ മതി, 30 രൂപ അല്ലേ, കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്ന് പറഞ്ഞു. സംഭവം ആ ഒരു നേരത്ത് ആ ഒരു മനുഷ്യൻ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കുണ്ടായ ഒരു ഫീലിങ്സ് ഉണ്ട്. സംഭവം ചെറിയൊരു കാര്യമാണെന്നുണ്ടെങ്കിലും നമ്മളെല്ലാവരും പലപ്പോഴും ഫേസ് ചെയ്തിട്ടൊരു സംഭവമായിരിക്കും. ഞാൻ 2017 മുതൽ ടെസ് യൂസ് ചെയ്യുന്നതാണ്. ഇന്നിപ്പോൾ നമ്മളെല്ലാവരും യൂസ് ചെയ്യണത് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ അതൊക്കെ ആയിരിക്കും. ഈ ഗൂഗിൾ പേയുടെ ഫസ്റ്റ് വേർഷനായിരുന്നു ഈ ടെസ് എന്ന് പറയുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ പലപ്പോഴും പല കടകളിലും ചെന്നിട്ട് ഈ സ്കാനർ യൂസ് ചെയ്യാൻ നിൽക്കുന്ന നേരത്ത് ബാങ്ക് സെർവറിൻ്റെ ഇഷ്യൂ ഫേസ് ചെയ്യലുണ്ട്. നിങ്ങളിൽ പലർക്കും ഒരിക്കലെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? അപ്പം നേരത്ത് കടയിലുള്ള ആളുടെ ഒരു മുഖഭാവം ഉണ്ടാവും. നമ്മൾ സാധനം മേടിച്ചിട്ട്, ചേട്ടാ സ്കാനർ ത്രൂ ചെയ്യാൻ നോക്കിയിട്ട് പറ്റാതിരിക്കുന്ന നേരത്ത്, ചേട്ടാ പൈസ എടുത്തിട്ട് വരാട്ടാ എന്ന് പറഞ്ഞിട്ട് അവിടെ പോകാൻ നിൽക്കുന്ന നേരത്ത് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും. ഇപ്പം പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമോ? അതായത് അവരുടെ മുഖത്തുണ്ടാവും ഒരു പോസിറ്റീവ് വൈബ് ആയിരിക്കില്ല. പക്ഷെ ആദ്യമായിട്ടാണ് ഒരാളുടെ മുഖത്തുനിന്ന്, അതും ഭക്ഷണം കഴിച്ചെൻ്റെ മുഖത്ത് ആ ചളിപ്പ് നിൽക്കുന്നുണ്ട്. വേറെ എന്ത് കാര്യങ്ങളാണ് ഓക്കെ എന്ന് വിചാരിക്കുക, ഭക്ഷണത്തിൻ്റെ കാര്യമാണ്. അപ്പം എൻ്റെ മുഖത്ത് ആ ഒരു ചളിപ്പ് നിൽക്കുന്നുണ്ട്. അത് ആൾക്ക് മനസ്സിലായത് കൊണ്ടായിരിക്കാം എന്നെ അത്രയും കംഫർട്ടാക്കിയിട്ട് മോനത് കുഴപ്പമില്ല, പിന്നീട് വരുമ്പോൾ തന്നാൽ മതി എന്ന് ആ ഒരു സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഒരു സഹജീവി പരിഗണന എനിക്ക് തന്നത്. അതെന്നെ സംബന്ധിച്ച് ഒരു വലിയൊരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ 3 മാസമായിട്ട് ഞാൻ അവിടെ കയറി ഒരു ചായ കുടിച്ചിട്ടാണ് ഇപ്പോൾ പോരല്. സ്നേഹത്തിൻ്റെ ചായ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ തന്നെ. കാര്യം ആ കട എത്തുമ്പോൾ അറിയാതെ എൻ്റെ വണ്ടിയോടെ സൈഡാവും. മാത്രമല്ല എന്നെ കാണുമ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിലാവും. കാര്യം ഞാൻ യൂണിഫോമിലായിരിക്കും, പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് എളുപ്പമാണ്. ഞങ്ങളുടെ വണ്ടി സ്റ്റാൻഡ് ഇട്ട് അങ്ങോട്ട് കട എടുത്തോട്ട് നടക്കുന്ന ടൈം കൊണ്ട് തന്നെ എനിക്ക് അവിടെ ഫ്രണ്ടിൽ ഒരു ചായ അടിച്ചവിടെ വെച്ചിട്ടുണ്ടാവും. എനിക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ കയറി ഒരു ചായയും കുടിച്ചിട്ട് എന്തെങ്കിലും ഒരു ചെറിയൊരു എണ്ണപ്പലഹാരവും കഴിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ കഴിഞ്ഞ 3 മാസമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ടാണ് എനിക്ക് അങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് കഴിക്കണം എന്നുള്ളൊരു തോന്നൽ വന്നിട്ടുള്ളത്. അത് നല്ല ഭക്ഷണമായതുകൊണ്ട് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഇമോഷണൽ കണക്ഷൻ അതെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന്. അതുപോലെ തന്നെ ആയിരിക്കും നമ്മളുടെ പല ആൾക്കാരുടെ, നമ്മളൊക്കെ ചെറുപ്പത്തിൽ നമ്മളുടെ ഉപ്പമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ, എടാ നീ ഇന്ന സ്ഥലത്തുനിന്ന് സാധനം മേടിക്കിട്ടാ, പലർക്ക് സാധനങ്ങളോ അല്ലാന്നുണ്ടെങ്കിൽ വല്ല ഭക്ഷണ സാധനങ്ങളോ അല്ലാന്നുണ്ടെങ്കിൽ ഡ്രസ്സോ മറ്റോ
അത് ആ ഒരു കടയിൽ നിന്ന് നല്ലൊരു സാധനം കിട്ടുന്നത് കൊണ്ട് മാത്രമായിരിക്കില്ല. ആ കടയുടെ ഓണർ അയാളുടെ ഒരു അപ്രോച്ച് ഉണ്ടാവും, നമ്മളുടെ അടുത്തുള്ള ഒരു സ്നേഹത്തിൻ്റെ ഭാഷ അതിലുണ്ടാവും, നമ്മളോടുള്ള ഒരു പോസിറ്റീവ് എനർജി എന്തൊക്കെയോ ഉണ്ടാവും അതിൽ. ഈ ഒരു വിഷയത്തിൽ നിന്ന് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, എസ്പെഷ്യലി ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്താണ്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഒരു പക്ഷേ നിങ്ങളുടെ വൺ ടൈം കസ്റ്റമർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് ടൈം കസ്റ്റമർ ആയിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോ ഒന്ന് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുവരേക്കും ഇറ്റ്സ് മീ നാദു. ബി പോസിറ്റീവ്, കീപ് സ്മൈലിംഗ്. Audio Jungle.